ഞാൻ കാര്യം ചോദിച്ചോട്ടെ? കൈനീട്ടമാണെങ്കിൽ എന്റെ സ്വഭാവം മാറൂട്ടോ. തരൂട്ടില്ലല്ലോ, പാട്ടൊന്നും ഇല്ലേ വിഷുവായിട്ട്? പാട്ടാ? ശിവമുരളി പാടും പാട്ടിൻ പല്ലവികൾ ഞാനും പാടും. സംഭ്രമം കൂടും തോറും സംഗതികൾ ലേശം മാറും. മയിൽപ്പീലികളും കണ്ണന്റെ വിഗ്രഹവും ഫലങ്ങളും കണിവെള്ളരിയും കണിക്കൊന്നയും ഇവയെല്ലാം നമ്മുടെ മനസ്സിൽ നിറയ്ക്കുന്ന ഒരു വലിയ സന്തോഷമുണ്ട്. വർഷത്തിലൊരിക്കൽ നമ്മൾ തേടിയെത്തുന്ന ആ ഒരു വലിയ ആഘോഷം, ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും വിഷുക്കാലം എത്തിയിരിക്കുകയാണ്. ഒരു കോയിൻസിഡൻസ് ഉണ്ട്. എന്താണ്? രമേശ് ഏട്ടനെ വീട്ടിൽ വിളിക്കുന്നത് കണ്ണാന്നാണ്. അതെ അല്ലേ? ആണ്. ഞാൻ വിളിച്ചത് കറക്റ്റ് അല്ലേ? ഉണ്ണിക്കണ്ണൻ. ശരിക്കും ഉണ്ണിക്കണ്ണൻ എന്നായിരുന്നു ചെറുപ്പത്തില്. പിന്നെ ഉണ്ണി അതിൽ നിന്ന് എടുത്തു പോയതാ. കണ്ണനായി. ആ കണ്ണൻ മാത്രം ബാക്കി ഇടുന്നതാണ്. വലിയ സന്തോഷത്തോടെയാണ് വിഷുവിന്റെ എപ്പിസോഡ് നിൽക്കുന്നത്. കാരണം ഒരു വിഷുക്കാലത്താണ് ഫണ്ട്സ് അപ്പോൺ എ ടൈം ആദ്യമായി ആരംഭിക്കുന്നത്. ആ വിഷു ഒരുപാട് ആഘോഷങ്ങളില്ലാത്ത ഒരു കോവിഡ് കാലത്തെ വിഷു ആയിരുന്നു. ഷൂട്ടിങ്ങുകൾ വളരെ പരിമിതമായിരുന്നു. അന്നൊക്കെ എപ്പോഴും നമ്മുടെ പരിപാടി കാണുന്നവർ പറയും, ഒരേ ഓഡിയൻസ് ആണല്ലോ ഇരിക്കുന്നത്, ഒരേ ആൾക്കാരാണല്ലോ ഇരിക്കുന്നത് എന്നൊക്കെ. വളരെ കുറച്ച് ആളുകളെ നമ്മൾ ടെസ്റ്റുകൾ നടത്തിയ ശേഷം കൊണ്ടുവന്നിരുത്തിയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അന്ന് തുടങ്ങുമ്പോൾ ഈ പല ചാനലുകളുടെയും ഷൂട്ടിങ്ങുകളൊന്നും നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പരിമിതമായ ചുറ്റുപാടിൽ ആരംഭിച്ച ഒരു പരിപാടി ഇന്ന് വലിയ സമ്മാനങ്ങളോടുകൂടി മൂന്നാമത് വിഷു ആഘോഷിക്കുമ്പോഴേക്കും വലിയ തോതിലേക്ക് പോകുന്നു. ഒരു വിഷു വരാനിരിക്കുന്ന നല്ല കാലങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ആഘോഷമാണ്. വിഷുവിന്റെ കണിയിൽ വെക്കുന്ന ഓരോ കാര്യങ്ങളും, കൈനീട്ടം വാങ്ങുന്നതും, അതിൻ്റെ ഒരു വിശ്വാസം, അതാണ് നമ്മുടെ അടുത്ത കൊല്ലത്തേക്കുള്ളൊരു വലിയ തുടക്കം എന്നുള്ളതാണ്. അത്തരത്തിൽ തുടങ്ങിയ വിഷുവിൽ നിന്നും ഈ വിഷുവിൽ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് കലാകാരന്മാരെ നമ്മുടെ നാട്ടിൽ അവതരിപ്പിച്ചുകൊണ്ടും അവരിൽ പലരും ഇന്ന് ലോകമറിയുന്ന കലാകാരന്മാരായി മാറിക്കൊണ്ടും എല്ലാം വൺസ് അപ്പോൺ എ ടൈം അതിന്റെ ജൈത്രയാത്ര തുടങ്ങിയാണ്. അപ്പോൾ ഈ യാത്രയിൽ വിഷു ആഘോഷങ്ങൾക്ക് തിരികൊളുത്തുവാനായിട്ട് നമ്മൾ ഇന്നൊരു ചീഫ് ഗസ്റ്റിനെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാൻ പോവുകയാണ്. നമ്മുടെ ഷോയെ സംബന്ധിച്ച് പുതുമയുള്ള ഒരു അതിഥിയാണ്. മലയാള സിനിമയിലേക്ക് ബാലതാരമായി കടന്നു വന്ന് പിന്നീട് തമിഴിലും മലയാളത്തിലും മറ്റു ഭാഷകളിലൊക്കെ മികച്ച കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ എല്ലാ മനസ്സുകളിലേക്ക് ചേക്കേറിയ ദി വൺ ആൻഡ് ഓൺലി പ്രയാഗ മാർട്ടിനെ വൺസ് അപ്പോൺ എ ടൈം സീസൺ 3 വിഷു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹാപ്പി വിഷു. ഹാപ്പി വിഷു രമേശേട്ടാ. ഈ വിഷുവിന് ഇതെൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ വിഷു സെലിബ്രേഷനാണ്. അപ്പം എൻ്റെ ഈ പ്രാവശ്യത്തെ കണിയായിട്ട് ഞാൻ നിങ്ങളെ ഒരു കുഴപ്പവും വരില്ല. പറയണം. അത് ഞാൻ പറയണം. എന്നാലും ഒരു കണിയായിട്ട് എൻ്റെ എന്ന് പറഞ്ഞിട്ട് പ്രയാഗം ഒന്ന് സംശയിച്ച് നോക്കുന്നു. ഇത് ഒത്തോ പോയണായിരുന്നോ എന്നൊക്കെ ഉള്ള പോലെ. അതുകൊണ്ടാണ് പറഞ്ഞേ, ഞങ്ങളിപ്പോൾ പറഞ്ഞോളൂ 3 വർഷം മുമ്പ് തുടങ്ങി വിഷു ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രയാഗയുടെ വിശേഷങ്ങൾ പറയൂ. നമ്മുടെയൊക്കെ വിശേഷങ്ങൾ എല്ലാ ആളുകൾക്ക് അറിയുന്നതല്ലേ. എൻ്റെ വിശേഷമൊക്കെ പറയുന്നതിന് മുൻപ് ഈ ഒരു അവസരം എനിക്ക് നന്നായിട്ട് ഉപയോഗിക്കണം എന്നുണ്ട്. തീർച്ചയായിട്ടും രമേശ് ചേട്ടാ, ഓക്കെ, കൈനീട്ടം തന്നാലും നല്ല കാര്യം. ഞാനും ഉണ്ണി, എന്തോ എടാ ആരുടെയും കൈ പൈസ ഉണ്ടോ? നമ്മള് തീരെ പ്രതീക്ഷിക്കാത്തൊരു ഐറ്റം ആയിപ്പോയി. സുഹൃത്തുക്കളെ, അവന് നല്ലൊരു കൈയടി നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. 510 രൂപയുമായിട്ട് നമ്മുടെ സംഗീത വിഷു ദിനത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇത് ചരിത്ര നിമിഷമാണ്. കാരണം ഈ വർഷം ആദ്യമായിട്ട് എപ്പോഴും ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്നാണ് ആദ്യത്തെ കൈനീട്ടം ഞാൻ വാങ്ങാറുള്ളത്. കഴിഞ്ഞിട്ട് വേറെ ഒരാളിലേക്ക് ഞാൻ പോകത്തുള്ളൂ. പക്ഷേ തമാശയൊക്കെ വിട്ട് ഇത് വളരെ ആത്മാർത്ഥമായിട്ട് സീരിയസ് ആയിട്ട് നിനക്ക് ഞാൻ 510 പേരെ തന്നോളാം മോളെ. സ്നേഹപൂർവ്വം ഇത് മേടിച്ചോളൂ. ഗംഭീരമായിട്ട് ഒന്നും ചെയ്യരുത്. സർക്കസ് കാണിക്കരുത്. പറ്റൂല കുഞ്ഞാമ്പി. അയ്യോ പ്രയാഗേ എന്നെ അങ്ങനെ ഒരു അപൂപനാക്കരുത് പ്ലീസ്. എന്ത് കഷ്ടമാണ് പ്രയാഗ. ഇത് വലിയ കഷ്ടമാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത്. ഗംഭീരാവും.
നിങ്ങൾക്ക് തമാശയായിട്ട് ഇത് തോന്നുമായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഗുരുസ്ഥാനത്ത് തന്നെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. എന്നെക്കാളും ഒരുപാട് പ്രായം കൊണ്ട് മാത്രമല്ല, പരിചയം കൊണ്ടും ജീവിതാനുഭവം കൊണ്ടും ഇൻഡസ്ട്രിയിൽ ആസ് എൻ ആർട്ടിസ്റ്റ്, എന്താ കലാസമ്പത്ത് കൊണ്ടും എല്ലാം. ഞാൻ ഇന്ന് സത്യത കവിർപ്പൊന്നമ്മ ചേച്ചിനെ ഞാൻ വിളിച്ചിട്ട് ഇങ്ങോട്ട് മേടിച്ച് കാല് പിടിച്ചാൽ മതിയായിരുന്നു. എനിക്കിനി എന്നാണോ എന്തോ ഈ ഭാഗ്യം കിട്ടാൻ പോകുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ടും കണിയൊന്നും പിന്നെ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ, ചോദിച്ച് മേടിച്ചോളൂ. പ്രയാഗേട്ട എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് ആരുടെ ഡിസൈനിങ് ആണ് ഈ പരിപാടി? തന്നെ അങ്ങനെ പ്രത്യേകിച്ച് ആരും സ്റ്റൈൽ ചെയ്തതല്ല. ഇന്നസെന്റ് ചേട്ടനാണ് പൊതുവെ ഈ ഒരു ജുബ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നസെന്റ് ചേട്ടനായിരുന്നു നമ്മുടെ ആദ്യത്തെ സീസണിലെ വിഷു എപ്പിസോഡ് ഐശ്വര്യത്തോടെ എപ്പിസോഡ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള നടനും എൻ്റെ ദൈവം ഇപ്പോഴും കല്യാണരാമനും അതും ഇതൊക്കെ ഇരുന്ന് എന്തൊരു ക്വിക്ക് മൂഡ് ലിഫ്റ്റർ ആണെന്നറിയോ അദ്ദേഹം എന്ന ആർട്ടിസ്റ്റ്. അപ്പം അദ്ദേഹത്തിനായിട്ട് ഞാൻ ഇതൊരു ട്രിബ്യൂട്ട് പോലെ ഞാൻ കൊടുക്കാൻ. എല്ലാരും നന്നായിട്ട് ഒരുങ്ങി നല്ല സുന്ദരക്കുട്ടന്മാരും സുന്ദരികളുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ആരാണ് അനീഷിന്റെ സ്റ്റൈലിസ്റ്റ്? ഞാൻ തന്നെയാണ്. ഏതെങ്കിലും സ്റ്റൈലിസ്റ്റ് ഉള്ള ഒരാൾ ഈ കോലത്തിൽ ഇരിക്കുവോ? എന്റെ ഫ്ലാറ്റിൽ ഒരു വലിയ നമ്മുടെ ഗോപാല കാട്ടുതീ പടക്കം പോലെയുള്ളൊരു മനുഷ്യനുണ്ട്. ഈ മനുഷ്യൻ വിഷുവിന്റെ തലേന്ന് ഞാൻ നോക്കുമ്പോൾ നമ്മുടെ 1.5 ലിറ്ററിന്റെ ഒക്കെ വലിയ വെള്ളം കുടിക്കുന്ന കുപ്പിയില്ല, 1.5 ലിറ്റർ കുപ്പി, ഇത് കൈക്ക് മുറിക്കുക, പുള്ളി പകുതിക്ക് വെച്ച് മുറിക്കുക. അപ്പൊ ഞാനിത് എന്തിനാ മുറിക്കുന്നതെന്ന് പറഞ്ഞില്ല. പിറ്റേന്ന് ഞാൻ നോക്കുമ്പം അതിനകത്ത് കൈയിട്ടിട്ട് ആ തുള വഴി കമ്പിത്തിരിയുടെ കമ്പി പിടിച്ചിട്ട് കമ്പിത്തിരി ഇങ്ങനെ കറങ്ങുന്ന, കൈക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടി ഇട്ടേക്കുവാന്ന് 2 കൈയിലും. അത്രയും പേടിയുള്ളവരുണ്ട്. ഞാൻ എൻ്റെ ഒരു വലിയ സംഭവം, ഞാൻ പണ്ട് ഇതിൽ അതിവിദഗ്ധരായിരുന്നു, ഇപ്പൊ ഞാൻ റിസ്ക് എടുക്കാറില്ല. എനിക്ക് വലിയ കൗതുകം പോയി ഇതിനകത്ത്. അല്ല, എനിക്കൊരു ഓർമ്മയുണ്ട്, ചെറുപ്പത്തിൽ അത്ര ചെറുപ്പത്തിലല്ല, ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഒരു വിഷുക്കാലത്ത് ഓലപ്പടക്കം മേടിക്കാൻ പൈസ ഉണ്ടായില്ല. അപ്പം ഞങ്ങളൊരു ടീമുണ്ട് അമ്പലത്തിൻ്റെ അവിടെ. അപ്പം ഞങ്ങൾ ടീം എല്ലാവരും കൂടി പൈസ പിരിക്കാൻ തീരുമാനിച്ചു. അപ്പം എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു വല്യമ്മയുടെ മോളുണ്ട്, തക്കു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് പൈസ തികയുന്നില്ല. അപ്പോൾ ഇവള് വന്നിട്ട് പറഞ്ഞു, പേടിക്കണ്ട, പൈസ ഞാൻ ഒപ്പിച്ചേരാന്ന് പറഞ്ഞു. അമ്പലത്തിലാണ് ഞങ്ങൾ കൂടിയിരിക്കുന്നത്, ആൽത്തറയിൽ. അപ്പോൾ ഇവള് പൈസ ഒപ്പിച്ചേരാന്നും പറഞ്ഞു ഇവളങ്ങോട്ട് നടന്നു പോകുന്നത് ഞങ്ങൾ കണ്ടു. ഇവളൊരു പ്രദക്ഷിണം കഴിഞ്ഞ് വന്നപ്പോൾ ഇവളുടെ ബാക്കിൽ കുറെ അന്യസംസ്ഥാന ഭക്തന്മാരും ഉണ്ട് കൂടെ. ഇവള് ഭയങ്കര പ്രാർത്ഥന, അമ്മേ നാരായണ ദേവി നാരായണ ഭയങ്കര പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ പുനരുദ്ധാരണത്തിന് വേണ്ടി പൊട്ടിച്ചിട്ട കല്ലുണ്ടായിരുന്നു. ആ കല്ലുമ്മ കൊണ്ട് തലയ്ക്ക് ഒഴിഞ്ഞ് ഒരു 2ന്റെ കോയിൻ കൊണ്ടുവച്ചു. പിറകെ വന്ന അന്യസംസ്ഥാന ഭക്തന്മാരും തലയ്ക്ക് ഒഴിഞ്ഞ് കോയിൻ വെച്ചു. പക്ഷെ അവള് സത്യസന്ധതയുള്ളവളാണ്, പടക്കത്തിന്റെ പൈസ മാത്രം എടുത്തിട്ട് ബാക്കി ഭണ്ണാരത്തി കൊണ്ടിട്ടു. അങ്ങനെ ഞങ്ങൾ പടക്കം മേടിച്ചു. ദൈവത്തിന് നോക്കുമ്പോ കുഴപ്പമില്ല, കുറച്ച് കിട്ടി, ദൈവത്തിന് ലാഭമല്ലേ, വലിയ നഷ്ടമില്ലാത്ത പരിപാടിയാ. നഷ്ടമില്ലാത്ത പരിപാടി. നിങ്ങളൊക്കെ എന്താ പടക്കം പൊട്ടിക്കാൻ ശ്രമിക്കാൻ? ഞങ്ങളുടെ അവിടെ ഒരാള് പുള്ളി കമ്പിത്തിരി കത്തിച്ച് ഇങ്ങനെ കഴിയാറായി. അപ്പൊ പുള്ളിക്ക് പുറമൊന്ന് കയറി എൻ്റെ തോന്നി. അപ്പൊ അടുത്ത് പുറം ചൊറിഞ്ഞു. കവിത എഴുതാനുണ്ടോ പ്രയാഗ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടല്ലേ? ഉണ്ട്. എന്നാ ഒരു ഇംഗ്ലീഷ് കവിത പാടിയിട്ട് മുന്നോട്ട് പോവാം. എഴുതിയ കവിത, സ്വന്തം കവിത. എഴുതിയ കവിത ഒന്നും എനിക്ക് അങ്ങനെ ഓർത്ത് പറയാൻ. ശരി, എന്നാ ഒരു കവിത വേറെ ആരെങ്കിലും. സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടിലേക്ക് കടക്കാം. വീഡിയോ വാളിൽ പ്രയാഗ അഭിനയിച്ച ഒരു സിനിമയുടെ പോസ്റ്റ് കാണിക്കും. അതിൽ സിനിമയുടെ പേര് ബ്ലർഡ് ആയിരിക്കും. സിനിമ ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ടീം മാന്നാർ മത്തായി ബസ്സിൽ പ്രസ് ചെയ്തിരിക്കുന്നു. വെരി ഗുഡ്. ഒരു മുறை வந்து பார்த்தாயா? ഒരു മുறை வந்து பார்த்தாயா? യെസ്. ഓക്കെ, ചെക്ക് ചെയ്യാം. കറക്റ്റ് ആണ്. ഒരു മുறை வந்து பார்த்தாயா? ഓക്കെ, അവർക്ക് അങ്ങനെ ഒരു പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ടൊരു മലയാളത്തില് നായിക വേഷത്തിൽ എത്തുന്ന ചിത്രം ഒരു മുறை வந்து பார்த்தாயா. ഇതല്ല, പാവയാണ് ആദ്യം പൊടിമീശ മുളയ്ക്കണ കാലം എന്ന പാട്ട്, ആ പാട്ടുള്ള സിനിമയാണ് ആദ്യം ഷൂട്ട് ചെയ്തതെങ്കിൽ ഇതാണ് ആദ്യം ഇറങ്ങിയത്. ഇന്നും ഇത്രയും സിനിമ ചെയ്തിട്ടും എനിക്ക് ഇത്രയധികം കോംപ്ലിമെന്റ്സ് തന്ന വേറൊരു സിനിമയോ പാട്ടോ, പാട്ട് പ്രത്യേകിച്ച് ഉണ്ണിയുടെയും എന്റെയും ആ ഒരു വേഷവിധാനവും എല്ലാം നാടൻ ആ ഒരു സംഭവത്തിന് ഇപ്പോഴും കോംപ്ലിമെന്റ്സ് കിട്ടും. വീഡിയോ വാളിൽ കാണിക്കുന്ന ഫോട്ടോയിൽ പ്രയാഗയോടൊപ്പം നിൽക്കുന്ന അഭിനേത്രിയുടെ മുഖം മാസ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാരാണ് അഭിനേത്രി എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. നോക്കാം.
രാംജി റാവു ബസിൽ പ്രസ് ചെയ്തിരിക്കുന്നു. ദേവസൂര്യ ഉത്തരം പറഞ്ഞോളൂ. സനുഷ. സനുഷ. ഒന്ന് ചെക്ക് അല്ലേ? യെസ്, സനുഷ ആൻഡ് പ്രയാഗ. എപ്പോഴെടുത്ത ഫോട്ടോ ആയിട്ട്? അതേ സിനിമയ്ക്ക് വേണ്ടി, ഒരു മുறை വന്ന് പാർത്തായ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ഞങ്ങള് ഒരുമിച്ചപ്പോ എടുത്ത ആ ഒരു സീനിലെ കോസ്റ്റ്യൂമാണ് അത്. ഓക്കേ. എടുത്ത ഫോട്ടോ ആണ്. എൻ്റെ കോളേജ് സീനിയർ കൂടിയായിരുന്നു സനുഷ. മൂന്നാമത്തെ ചോദ്യം. വീഡിയോ മോളിൽ പ്രയാഗ അഭിനയിച്ച ഒരു സിനിമയുടെ പോസ്റ്റർ കാണിക്കും. അതിൽ സിനിമയുടെ ടൈറ്റിൽ മാസ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഏതാണ് ആ ചിത്രമെന്ന് ഐഡന്റിഫൈ ചെയ്ത് പറയണം. നോക്കാം. ടീം രാംജി റാവു ബസിൽ പ്രസ് ചെയ്തിരിക്കുന്നു. ദേവസൂര്യ ഉത്തരം പറഞ്ഞോ. കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ. കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ. നോക്കാം. Correct. കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ. അഗൈൻ മറ്റൊരു സ്പെഷ്യൽ ചിത്രം അല്ലേ? സ്പെഷ്യൽ മാത്രമല്ല, എൻ്റെ കരിയറിലെ ഫസ്റ്റ് ഹിറ്റാണ്. സൂപ്പർ ഡൂപ്പർ ഹിറ്റ് മലയാളത്തില്. പിസാസിന് ശേഷം മലയാളത്തിൽ ഞാൻ വന്ന് ഹിറ്റായ പടമാണ് അത്. കഴിഞ്ഞ ദിവസേ ഞാൻ ഇൻസ്റ്റയിൽ ഒരു ചലഞ്ച് കണ്ട്. എൻ്റെ ഷെയർ ലിസ്റ്റിലെ 4ാമത്തെ ആളോട് വിൽ യു മാരി മീ എന്ന് ചോദിക്കണം. ഒരാവേശത്തിൻ്റെ പുറത്ത് ഞാനത് ചോദിക്കുകയും ചെയ്തു. ഇപ്പൊ പുലിവാലാവാനായിട്ട് തലയപ്പെട്ട അവസ്ഥയാണ്. രാത്രി കൃത്യം 11:59 ഒരു ഗുഡ് നൈറ്റ് മെസ്സേജ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഗുഡ് നൈറ്റ് പറഞ്ഞു തീർന്നെന്ന് വിചാരിക്കും. തൊട്ടടുത്ത നിമിഷം 12 മണിക്ക് ഗുഡ് മോർണിംഗ്. അതിനുശേഷം നീ കഴിച്ചോ, നീ കുളിച്ചോ, നീ കുടിച്ചോ എന്ന് വേണ്ട 100 ചോദ്യങ്ങൾ പിറകെ. അവസാനം ഇതിനൊന്ന് തലേന്ന് ഒഴിവാക്കാനായിട്ട് ഞാൻ എൻ്റെ ഭർത്താവിനോടുള്ള കാര്യം തുറന്നു പറഞ്ഞു. പുള്ളിക്കാരൻ എന്നെ ഒന്ന് ചീത്ത പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ആ വിഷമം അങ്ങോട്ട് മാറി കിട്ടിയാനെ. കാരണം പുള്ളിക്കാരൻ ഭയങ്കര ഫീൽ ചെയ്തത്. ആളെന്നോട് പറയണേ, നല്ല കേസാണെങ്കിൽ നമുക്ക് ആലോചിച്ച് നടത്താമെന്ന്. ഇപ്പൊ എന്നെ കെട്ടിക്കാൻ നടക്കണ ആള്. അപ്പൊ ഇതുപോലെ സോഷ്യൽ മീഡിയ ഉണ്ടാക്കി വെച്ച ചില വള്ളിക്കെട്ടുകളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. കാര്യം ശരിയാണ്, 5 പേരറിയേണ്ടടുത്ത് 500 പേരിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. പക്ഷേ എന്ത്, എവിടെ, എപ്പ, എങ്ങനെ എത്തിക്കുന്നു മാത്രം നമുക്ക് പറയാൻ പറ്റൂല. കുറച്ചാൾ മുമ്പേ എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു FB പോസ്റ്റ് കണ്ട്. അവൻ്റെ പേരിൽ ആരോ ഫേക്ക് ID എടുത്തിട്ട് പൈസ കടം ചോദിക്കുന്നു, ആരും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്കും വന്നിരുന്നു പൈസ കടം ചോദിച്ചൊരു മെസ്സേജ്. ഞാൻ ഉടനെ അവനെ വിളിച്ച്. അപ്പോഴാണ് അവൻ കാര്യം പറയണത്, എൻ്റെ പൊന്നുമോളെ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി, അത്യാവശ്യമായിട്ട് കുറച്ച് ക്യാഷ് വേണമായിരുന്നു, അതാണ് ഞാൻ പൈസ ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചത്. അതിൻ്റെ ഇടയിൽ ഏതോ ഒരു കള്ളപ്പന്നി വന്ന് എൻ്റെ പേരിൽ ഫേക്ക് ID ഉണ്ടാക്കി ഞാൻ ഫേക്കാണെന്നും എനിക്കാരും പൈസ തരരുതെന്നും പറഞ്ഞിട്ട് അവൻ ഫേസ്ബുക്കിൽ കൊണ്ടൊരു മെസ്സേജ് ഇട്ടു. ഇപ്പം എൻ്റെ സംശയം ശരിക്കുള്ള ഞാൻ അവനാണോ അതോ ഞാനാണോ എന്ന്. ഞാൻ അവനോട് പറയണം, നീ വിഷമിക്കണ്ട, നിനക്ക് വേണ്ടി ഞാനൊരു പോസ്റ്റ് ഇടാന്ന് പറഞ്ഞു. അങ്ങനെ അവന് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനൊരു FB പോസ്റ്റ് അങ്ങോട്ട് ഇട്ടു. അതിൻ്റെ താഴെ വന്ന ആദ്യത്തെ കമൻ്റ് ഇട്ടാ, പൈസ ചോദിച്ചല്ല അവൻ ഫേക്കാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, ഇനി നീ തന്നെയാണെന്നുള്ളതിന് ഞങ്ങൾക്ക് എന്താ ഇത്ര ഉറപ്പെന്ന്. അതുമല്ല എൻ്റെ പോസ്റ്റിന് 2 ഷെയർ, ഇവൻ്റെ കമൻ്റ് അടക്കമുള്ള സ്ക്രീൻഷോട്ടിൻ്റെ പോസ്റ്റിന് 2000 ഷെയറാണ് പോയേക്കണത്. വേണ്ടായിരുന്നു പുല്ല്. ഈ കമൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനും എൻ്റെ അനിയത്തി ചാന്ദിനിയും കൂടിയും 2 വീലറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഓട്ടോ വന്ന് ഞങ്ങളുടെ ബാക്കിലിടിച്ച്. അവൻ ചിരിക്കുന്നു ഞങ്ങളുടെ ബാക്കിലിടിച്ചെന്ന് പറഞ്ഞപ്പോൾ. അതൊന്നല്ല, ഞങ്ങളുടെ 2 വീലറിൻ്റെ ബാക്കിലിടിച്ച്. ഞാൻ ആ ഓട്ടോ ചേട്ടനായിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോണ്ടല്ലോ ഇവള് കിടന്ന കിടപ്പിൽ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുക. എനിക്കങ്ങോട്ട് ദേഷ്യം വന്ന് ഞാൻ കുറേ ചീത്ത പറഞ്ഞു വിളാം. അപ്പോൾ ഇവള് പറഞ്ഞു, എടി അതല്ല, നമ്മൾ 2 പെണ്ണുങ്ങളല്ലേ, അപ്പം ഞാൻ നമ്മുടെ ഫ്രണ്ട്സിനെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയാലോ. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഫോണിൽ ചറ നോട്ടിഫിക്കേഷൻ്റെ ശബ്ദം. FB തുറന്ന് നോക്കിയപ്പോൾ എന്താ അവസ്ഥ, ചാന്ദിനി ഫീലിംഗ് ഷോക്ക്ഡ് വിത്ത് ഗ്രീഷ്മ രാമചന്ദ്രൻ. ഏത്, ഞാൻ തലേം തല്ലി കിടക്കണ ഫോട്ടോ എടുത്ത് FBയിൽ പോസ്റ്റ് ചെയ്തിട്ടേ എന്നെ ടാഗ് ചെയ്തിട്ടേക്കാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൾ കൂട്ടുകാരെ മാത്രമല്ല നാട്ടുകാരെ മൊത്തം അറിയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഇനി ചിലവന്മാരെ വിചാരമുണ്ട് ഈ കമന്റ് ബോക്സ് കുടുംബ സ്വത്താണെന്ന്. രോഹിത് അവൻ ഈ പോസ്റ്റിന്റെ താഴെ വന്നിട്ട് പറഞ്ഞേ, ചേച്ചി വീണോ, ചേച്ചിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന്. ഉടനെ അവന്റെ ഗേൾഫ്രണ്ട് അമൃത അവന്റെ കമന്റിന് റിപ്ലൈ ആയിട്ട് വന്നേക്കാണ്, നീ ചേച്ചിയുടെ കുഴപ്പം നോക്കി നടന്നോ, നിന്റെ കുഴപ്പം എന്താണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അപ്പൊ തന്നെ അവന്റെ റിപ്ലൈ വന്നിട്ട്, മോളെ നീ എൻ്റെ ഹാർട്ടിലല്ലേ, ചേച്ചി അങ്ങ് റോട്ടിലല്ലേ, ഏതോ പിക്കപ്പ്. അതല്ലേ ട്രെൻഡ്. ഇനി വേറെ ചിലരുണ്ട് കേട്ടാ, അവരെന്താ വെച്ചാൽ നമ്മൾ സ്വന്തം അമ്മയ്ക്ക് വായു ഗുളിക മേടിക്കേണ്ട പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും അവന്മാർ കമന്റ് ബോക്സിൽ ഒന്ന് ബിസിനസ് നടത്തി പോവും. ഫ്രീ റീചാർജ് ആവശ്യമോ,
വിസിറ്റ് www.freerecharge.com. 3 മാസം കൊണ്ട് മുടി വളരണോ? 4 മാസം തുടർച്ചയായി ഉപയോഗിച്ചാൽ മതി. ഓർഡർ ബുക്ക് ചെയ്യുന്നതിനായി താഴെ കാണുന്ന ലിങ്ക് ഓപ്പൺ ചെയ്യുക. പിന്നെ നാട്ടുകാരെ സംശയം മുഴുവൻ അതിലാവും. നമ്മൾ തന്നെ വിചാരിക്കും എന്തിനീ പോസ്റ്റ് ഇപ്പം ഞാൻ ഇട്ടെന്നുള്ളത്. ഇനി അന്നത്തെ സംഭവം നടന്നിപ്പോൾ 2 മാസം കഴിഞ്ഞ്. ഇപ്പോഴത്തെ നാട്ടുകാരുടെ പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ അന്ന് ധരിച്ചിരുന്ന ചുമന്ന ചുരിദാറും ഓട്ടോ ചേട്ടൻ്റെ കാവ്യമുണ്ടും കറുത്ത ഷർട്ടുമാണ്. ഇതിലൊക്കെ വല്ല കാര്യമുണ്ടോ? ഇതാണ് പറയുന്നത്, സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കല്ല, സോഷ്യൽ മീഡിയ നമ്മളെയാണ് ഉപയോഗിക്കുന്നത്. ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ അതൊന്ന് ലോഗിൻ ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവന്മാർക്ക് കൊടുക്കണം. ഒരു പോസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണമെങ്കിൽ ഫീലിംഗ് ഹാപ്പി ആണോ, ഫീലിംഗ് സാഡ് ആണോ, ഫീലിംഗ് ഇമോഷണൽ ആണോ, ഇതൊക്കെ അവന്മാരോട് പറയേണ്ട അവസ്ഥ. അതുമാത്രോ നമ്മൾ ആരുടെയൊക്കെ കൂടെയാണെന്നുള്ളത് വരെ അവന്മാർക്ക് അറിയണം. ഇനി ഫേസ്ബുക്കിൽ വേറൊരു സെക്ഷൻ ഉണ്ട്, പീപ്പിൾ യു മേ നോ. ഇത് കാണുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കും, ഇവന്മാരാരെ എനിക്ക് പരിചയമില്ല. ഞാനത് സ്കിപ്പ് ചെയ്യാൻ നേരത്ത് ഫേസ്ബുക്ക് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കും. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, നിങ്ങൾ രണ്ടുപേരും ഒരേ പേജ് ലൈക്ക് ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ടും എന്തുകൊണ്ട് നിനക്ക് അവനറിയില്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ. അപ്പൊ ഞാൻ നോക്കുമ്പോ ശരിയാണ്, എൻ്റെ ഫ്രണ്ട് അവൻ്റെ മ്യൂച്വൽ ഫ്രണ്ടാണ്. എന്നാ ശരി, ഒരു റിക്വസ്റ്റ് അയച്ചേക്കാന്ന് വിചാരിച്ച് റിക്വസ്റ്റുമ്പോൾ കുത്താൻ നേരത്തുണ്ട് വീണ്ടും ഫേസ്ബുക്കിന്റെ വക, ആർ യു ഷുവർ യു നോ ദിസ് പേഴ്സൺ? ഇവന്മാരെന്താ കളിക്കുക, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുകയാണ്. ഇനി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയാത്ത ചിലരുണ്ടാവും. 78 വയസ്സായ എൻ്റെ അപ്പാപ്പൻ കാരണം ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ് സീൽ ചെയ്യേണ്ട അവസ്ഥയായി. എൻ്റെ അമ്മ പാവേ ഒരു ദിവസം ബിരിയാണി ഉണ്ടാക്കിയിട്ടേ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി ബിരിയാണിയുടെ ഫോട്ടോ എടുത്ത് അമ്മ ഗ്രൂപ്പിൽ കൊണ്ടിട്ട്, ഇത് കണ്ടപ്പോൾ അപ്പാപ്പൻ ചോദിക്കണേ ഗ്രൂപ്പിൽ വന്നിട്ട്, ഇതിപ്പോൾ എങ്ങനെ ഞങ്ങൾ ഫോണിൽ നക്കി കഴിക്കണമെന്ന്. ഇതൊക്കെ കാരണം ഞാൻ എൻ്റെ കലാവാസന പരിപോഷിപ്പിക്കുന്നത് ഫേസ്ബുക്കിലായിരുന്നു. പക്ഷെ 3, 2, 5 ലൈക്കാണ് എനിക്ക് ആകെ കിട്ടുക. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കുടുംബക്കാരുടെ. പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്തു, ഞാൻ പുതിയ ഫോൺ എടുത്തപ്പോൾ ആദ്യമായിട്ട് അതിൽ ഞാൻ ഒരു ഫോട്ടോ എടുത്തു. ഏത് ഫോട്ടോഗ്രാഫി? പഠിപ്പിക്കാൻ കഴിയില്ല, പഠിക്കാനേ കഴിയുള്ളൂ. അങ്ങനെ ഞാൻ പ്രൊഫഷണലായിട്ട് എൻ്റെ കയ്യിലൊരു കൊതുക് വന്നിരുന്ന് ചോര കുടിക്കുന്ന ഫോട്ടോ എടുത്തിട്ട് ഞാൻ അങ്ങടെ FBയിൽ പോസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഒരു ക്യാപ്ഷനും കൊടുത്തു, ഹേ കൊതുകേ, നീ എൻ്റെ ചോര കുടിച്ച് മടങ്ങിക്കോളൂ, പക്ഷേ എൻ്റെ ചെവിക്ക് ചുറ്റും അപശബ്ദമുണ്ടാക്കി പറന്നുകൊണ്ട് എൻ്റെ ഉറക്കം കെടുത്തിക്കഴിഞ്ഞാൽ നിന്റെ മൂക്കാമണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും. പോസ്റ്റ് ഇട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. IPC 1, 2, 3, 4 എന്ന് വേണ്ട പോക്സോ കേസിലെ പ്രതികൾ വരെ പുറത്തിറങ്ങിയാലും എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അനിമൽ ക്രൂവാലിറ്റി. ജീവജാലങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ഞാൻ ചോദ്യം ചെയ്തു അത്രേ. അങ്ങനെ ആ മനോവിഷമത്തിലിരിക്കുമ്പോഴാണ് എൻ്റെ ചേട്ടൻ്റെ മോൻ ചുമ്മാ ടേബിളും ഇരുന്ന ഒരു കപ്പിൻ്റെ ഫോട്ടോ എടുത്ത് അവൻ FBയിൽ കൊണ്ട് പോസ്റ്റ് ചെയ്ത്. ഞാൻ അതിനൊരു ക്യാപ്ഷനും കൊടുത്ത്, നിങ്ങളൊരു യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ ഈ ഫോട്ടോ ലൈക്ക് ചെയ്യാതെ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. ഒരു 500 ലൈക്കും കിട്ടി, 200 ഷെയറും കിട്ടി. അന്ന് എനിക്ക് മനസ്സിലായി സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടത് കഴിവല്ല എന്നുള്ള സത്യം. ആ ഒരു തിരിച്ചറിവോടെ ഞാൻ പറയാണ്, നിങ്ങളൊരു യഥാർത്ഥ ഇന്ത്യക്കാരാണെങ്കിൽ എൻ്റെ ഈ എപ്പിസോഡും നിങ്ങൾക്ക് ഷെയർ ചെയ്യാതെ പോകാൻ കഴിയില്ല. നന്ദി, നമസ്കാരം. പ്രണയം, പ്യാർ, ലവ്, മുഹബത്ത്, അല്ലേ? എത്ര മനോഹരമായിട്ടുള്ള വാക്കുകളാണ്. പ്രണയം പുറത്തുനിന്നും കേൾക്കുന്നവർക്ക് ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ജോബ്. ബട്ട് ഞാൻ പറയുന്നു, ഇതുപോലെ നശിച്ചൊരു സാധനം എൻ്റെ മറ്റു സുഹൃത്തുക്കളെ വെറുത്തു പോകും. എന്നിട്ടും ഞാൻ പ്രണയിക്കുന്നു. എവിടുന്നെങ്കിലും ഒന്നിനെ കിട്ടണ്ടേ? ഈ പ്രണയം എന്ന് പറയുന്നത് ഒരു കലാപം പോലെയാണ്. ഇത് എപ്പം പൊട്ടിപ്പുറപ്പെടും എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ഇതിൽ ആരൊക്കെ മരിക്കും, എങ്ങനെയൊക്കെ മരിക്കും, അംഗവൈകല്യം സംഭവിക്കുന്നൊന്നും ആർക്കും മുൻകൂട്ടി പറയാനേ സാധ്യമല്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള മധുലാൽ കൊയിലാണ്ടി ഒരു ദിവസം സ്റ്റേജ് പരിപാടിയൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ കൊയിലാണ്ടി കാപ്പാട് കടപ്പുറത്ത് കാലുകുത്തിയ സമയം നിങ്ങൾ വിചാരിക്കും ഇവനെന്താ പാസ്കോഡ ഗാമന്റെ മരുമോനാണ്. അതുകൊണ്ടല്ല, ഇയാള് സ്റ്റേജ് പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ഉപ്പുവെള്ളത്തിൽ ഒരു കുളി പതിവാ. നീര് പോവാൻ ബെസ്റ്റാത്ര. ഇവനിങ്ങനെ ജെട്ടി അലക്കി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു അയർലാൻഡുകാരി യുവതി തൊട്ടപ്പുറത്തുനിന്ന് പാവാടലക്കിയാണ്. മധു ഇത് കണ്ടു. ഹലോ, ഹായ് മധുലാൽ, പറയോ? ലേഡി ചോദിച്ചു. മധുവിന്റെ ഇംഗ്ലീഷ് അവിടെ തീർന്നു. മധുലാൽ, വൺസ് അപ്പോൺ എ ടൈം കോമഡി കോമഡി കോമഡി. ഇപ്പം മധു എന്താ ചെയ്യുന്നത് വെച്ചാൽ മലയാളത്തിൽ പറഞ്ഞാൽ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്ന 5 ആപ്പും ഡൗൺലോഡ് ചെയ്തിട്ട് പുറത്ത് വീട്ടിൻ്റെ ഉമ്മർത്ത് കുത്തിരിക്കുക. അങ്ങോട്ട് മെസ്സേജ് അയക്കുക, ഇങ്ങോട്ട് മെസ്സേജ്.
പിന്നെ നമ്മുടെ ഒരു കൂട്ടുകാരൻ, അദ്ദേഹം പ്രണയിച്ച ഒരു പെൺകുട്ടീൻ്റെ വിവാഹ ദിവസം ആകെ മൂഡ് ഓഫ് ആയി പുള്ളി. എൻ്റെ പ്രയാഗം മേഡം. അങ്ങനെ പുള്ളി വിചാരിച്ചെന്നാൽ പിന്നെ ഇനി ജീവനോടെ നിന്നിട്ട് കാര്യമില്ല, മരിച്ചു കളയാം. അങ്ങനെ ഒരു കിണറിൽ ചാടി മരിക്കാൻ വേണ്ടി ചെന്നപ്പോൾ കിണറിൽ വെള്ളമില്ല, മേടമാസം. എന്ത് ചെയ്യും? ഉടനെ വേമ്പനാട്ടുകായലിലേക്ക് വെച്ച് പിടിച്ചു. വേണാട് എക്സ്പ്രസ്സിന് കയറി. അന്നാണെങ്കിൽ അവിടെ വള്ളംകളി നടക്കുന്ന ഒരു സമയമായിരുന്നു. ഒരു ചെറിയ വള്ളംകളി മത്സരം പ്രാദേശികമായിട്ട് നടക്കുന്നു. വള്ളംകളി കാണാൻ വേണ്ടിയിട്ട് വള്ളത്തിൽ കയറി അക്കരത്തേക്ക് പോകുന്ന സമയത്തും വെള്ളം മറിഞ്ഞു. അതിലുള്ള കുറേ ആൾക്കാർ അതിൽ മുങ്ങി. ഏതൊക്കെയോ ആൾക്കാർ രക്ഷിക്കുകയും കരക്ക് കയറാനുള്ളൊക്കെ വെപ്രാളത്തിനിടയ്ക്ക് ആ മനുഷ്യനൊരു പാവം പെൺകുട്ടീൻ്റെ മുടി പിടിച്ച് അക്കരക്കെത്തി. എന്നിട്ട് ഓളോട് പറഞ്ഞു, ഇന്ന ഞാനാട്ടോ രക്ഷിച്ചത്. സത്യത്തിൽ ഓളം മുടി പിടിച്ച് ഇയാൾ രക്ഷപ്പെട്ടതാ. അത് മറ്റാരുമല്ല, നമ്മൾ OMR മുകേഷ് ചേട്ടനാണ്. ഈ ഓർമ്മക്കാണ് ഇപ്പം വള്ളം പോലത്തെ തോണീൻ്റെ ടൈപ്പ് മീശ വെച്ചിട്ടുള്ളത്. കണ്ടില്ല? ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രണയം, അതിൻ്റെ തീവ്രത, അതിൻ്റെ ദിവ്യത, ഇതിനെ പറ്റിയൊക്കെ ഞങ്ങളുടെ നാട്ടിലെ ലോകത്തോട് സംസാരിച്ചിട്ടുള്ള ഒരാളുണ്ട്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള ചന്ദ്രോദയം ചന്ദ്രേട്ടൻ. അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമാണ് തേങ്ങാക്കൊല. തേങ്ങാക്കൊല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് ചെറിയ സംഗതിയാണ്. അങ്ങനെയൊന്നല്ല. നമ്മുടെ ഭരത് കണ്ണട്ടൻ അവാർഡ് കിട്ടിയിട്ടുള്ള പ്രാദേശികമായിട്ടുള്ളൊരു തേങ്ങാക്കൊല കവിതാ സമാഹാരമാണ്. ഇദ്ദേഹം തൻ്റെ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ തൻ്റെ കാമുകിയായിട്ടുള്ള ചന്ദ്രികയ്ക്ക് തേങ്ങാക്കൊല കൊടുത്തു. ചന്ദ്രിക വെച്ച് ഇതിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണോ? എന്താ സംശയം? വളരെ ഹൃദയത്തിൽ നിന്നെടുത്ത് ആത്മാർത്ഥമായിട്ട് നിന്നോടുള്ള പ്രണയമാണ് അതിൽ മുഴുവൻ. അങ്ങനെയാണ് ഇന്ന് രാത്രി 12 മണിക്ക് അങ്ങേ വരണം. രാത്രി 12 മണിക്ക് അങ്ങെത്തി എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ദർശിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കും നിങ്ങൾക്ക് എന്നോടുള്ള പ്രണയം സത്യമാണെന്ന്. ചന്ദ്രൻ ഒന്നും മാറ്റിയില്ല. രാത്രി ഒരു മെഴുകുതിരി എടുത്ത് ടോർച്ചൊക്കെ എടുത്ത് പോകുമ്പോൾ നാട്ടുകാരൊന്നും കാണേണ്ട കാര്യമില്ലല്ലോ. മെഴുകുതിരി ചിരട്ടേൻ്റെ അകത്ത് വെച്ച് ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് എവിടെയോ സെക്കൻഡ് ഷോയും കഴിഞ്ഞ് ബൈക്കിൻ്റെ മുകളിൽ ചീറിപ്പാഞ്ഞ ഒരുത്തൻ്റെ സ്പീഡ് കൊണ്ട് മെഴുകുതിരി കെട്ടുപോയി. പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു തീപ്പെട്ടിക്കൊല്ലി. ഈ തീപ്പെട്ടിക്കൊല്ലി ആകെ ഒരെണ്ണയുള്ളൂ. ഇത് ഉരച്ചു നോക്കുമ്പോൾ രണഭൂമിയിൽ കഴുത്ത് തെറിച്ചു പോയ പഠനം പോലെ ഇതും പോയി ഇരുട്ടത്തായി. ആകാശത്ത് നോക്കുമ്പോൾ ചന്ദ്രൻ അവിടെ ഉണ്ട്, താഴത്തൂടെ ചന്ദ്രൻ. താഴത്തെ ചന്ദ്രൻ ആകാശത്തെ ചന്ദ്രൻ നോക്കി അവർ പരസ്പരം പുഞ്ചിരിച്ചു. ചന്ദ്രൻ അപ്പം തന്നെ ഒരു കവിത എഴുതി. അന്നൊരു ഞായറാഴ്ച ദിവസമാണെന്നുള്ള പരിമിതിയൊന്നും ചന്ദ്രൻ കണക്കാക്കിയില്ല. ഞായറാഴ്ചയിലെ തിങ്കൾ. ചന്ദ്രൻ നേരെ ചന്ദ്രികയുടെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്നു മതിലെടുത്ത് കടന്നു. വീടിൻ്റെ ഉമ്മറത്ത് ചെന്നു. വാതിൽ മെല്ലെ തള്ളി തുറന്ന നേരത്തെ ചന്ദ്രനെ കാഴ്ച കണ്ട് അമ്പരന്ന് പോയി. സുഹൃത്തുക്കളെ, അമ്പരന്ന് പോയി. ഇന്നേ വരെ ഒരു കവിയുടെ ഈരടികൾ കടമെടുത്ത് പാടാത്ത ചന്ദ്രൻ അവിടെ നിന്നും മഹാകവിയുടെ ഈരടികൾ കടമെടുത്ത് പാടി. ഈ പുഷ്പവാടിയിലെത്തിടാത്തോ ഒരൊറ്റ കിളിയുമില്ലീ വനത്തിൽ. ഈ പുഷ്പവാടിയിലെത്തിടാത്തോ ഒറ്റ കിളിയുമില്ലീ വനത്തിൽ. ചന്ദ്രൻ നേരെ ചന്ദ്രികയ്ക്ക് വേണ്ടി ഉണ്ടാക്കി 256 മടൽ ഓലേൻ്റെ ഒരു കൂടാറുണ്ട്. അത് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അപ്പം തന്നെ ശപഥം ചെയ്ത്, ഇനി ഈ ജീവിതത്തിൽ ഒരു പെണ്ണിനോടും പ്രണയം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ആ ശബ്ദമൊക്കെ ചെയ്ത് കുറേ കാലം ചന്ദ്രൻ ഇങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ കവലയിൽ വന്ന് ഒരു ഫ്രൂട്ടിയൊക്കെ കുടിച്ച് ഒരു ദിനേശ് വീടിയൊക്കെ വലിച്ച് തട്ടുകടൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പം അത് വരുന്നു. ടൈപ്പ് റൈറ്റിംഗ് സെൻറ്ററിൽ നിന്നും ഒരു യുവതി ഇറങ്ങി വരികയാണ്. അവർ വന്നു. അവരുടെ കൈനറ്റിക്ക് ഷാട്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നടക്കുന്നില്ല. അങ്ങനെ ചന്ദ്രൻ പെട്ടെന്ന് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ തൻ്റെ കയ്യിലെ വീഡിയോയുമായിട്ട് അവൾക്കരികിലേക്ക് എത്തുന്നു. അവൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നു. അങ്ങനെ അവളുടെ കയ്യിലേക്ക് ആ വീഡിയോ കൊടുത്തു. കൈനറ്റിക്ക് ഷാട്ടാക്കി കൊടുക്കുന്നു. അവൾ പോകുന്നു. ഈ പോകുന്നതിനിടയിൽ ഇവൾ സൂപ്പർ പ്രൈം ടൈമിലെ സീരിയലിൻ്റെ പ്രൊമോ മാതിരി അവളിങ്ങനെ ചിന്തിക്കുകയാണ്. ആരാണ് അയാൾ? എന്തിനു വേണ്ടി വന്നു അയാൾ? എന്താണ്? അവൾ ഉറക്കം നടന്നില്ല. ഇനി ആരെങ്കിലും ആട്ടെ വെച്ചിട്ട് അവൾ ഓടിച്ചു പോയി. ചന്ദ്രന് രാത്രി ഉറങ്ങാനേ കഴിഞ്ഞില്ല. തിരിഞ്ഞും മറിഞ്ഞും ഇങ്ങനെ കിടക്കുക തന്നെ. അന്നും ചന്ദ്രനൊരു കവിത എഴുതി. സ്കൂട്ടി ഫ്രൂട്ടി. സ്കൂട്ടിയിൽ വന്നൊരു ഫ്രൂട്ടി, ഫ്രൂട്ടി പോലുള്ളൊരു ബ്യൂട്ടി. സ്കൂട്ടിയിൽ വന്നൊരു ബ്യൂട്ടി, ഫ്രൂട്ടി പോലുള്ളൊരു സ്കൂട്ടി. ബ്യൂട്ടി, സ്കൂട്ടി. ചന്ദ്രൻ്റെ മനസ്സിങ്ങനെ ആലോലം വെട്ടി തുടങ്ങി. പിറ്റേന്നും ചന്ദ്രൻ അവളെ കാണുമെന്ന് തോന്നി. ചന്ദ്രൻ അവിടെ ചെന്നു. ആ സമയത്ത് കാണാൻ ബിന്ദു എന്നാണ് അവളുടെ പേര്. അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് സെൻറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നു. ചന്ദ്രൻ അവിടെ വീഡിയോ വലിച്ച് ആ കടക്കാരിൽ നിൽക്കുന്നു. ഇവിടെ ബൈക്ക് കൈനറ്റിക്ക് ഷാട്ടാവാത്തൊരവസ്ഥ. നേരെ ചെല്ലുന്നു. അയാൾ വീഡിയോ അവളുടെ കൈ കൊടുക്കുന്നു. കൈനറ്റിക്ക് ഷാട്ടായി കൊടുക്കുന്നു. അവളത് ഓടിച്ചു പോകുന്നു. മാസങ്ങളും വർഷങ്ങളും ഇങ്ങനെ ഇത് തുടർന്നു പോയി. അങ്ങനെ ഒരു ദിവസം ചന്ദ്രൻ ഇതേപോലെ തന്നെ അവളുടെ കൈനറ്റിക്ക് ഷാട്ടാവാത്ത കൈനറ്റിക്കിൻ്റെ അടുത്തെത്തുന്നു.
ബീഡി കൊടുക്കുന്നു, കൈനറ്റിക്ക് സ്റ്റാർട്ടാക്കുന്നു. പക്ഷെ ഒറ്റ തവണ മാത്രം വലിച്ച ബീഡി തിരിച്ചു വാങ്ങുമ്പോഴത്തേക്ക് പകുതിയായിരുന്നു. അപ്പോഴത്തേക്കും ബിന്ദു ബീഡി വലി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരൊരു വലിയ ബന്ധത്തിൻ്റെ മുകളിൽ പ്രണയത്തിലായി. ഇപ്പം അവർക്ക് 2-3 കുട്ടികളൊക്കെ ആയിട്ട് സുഖമായിട്ട് ഇങ്ങനെ ജീവിച്ചു പോവാണ്. ഇപ്പം ലഹരി വിരുദ്ധ പ്രതിജ്ഞയായിട്ടാണ് ചന്ദ്രൻ്റെ ജീവിതം. ചന്ദ്രൻ പറയുന്നത്, നിങ്ങൾ സിഗരറ്റ് ആയിക്കോട്ടെ, ബീഡി ആയിക്കോട്ടെ, പാൻപരാഗ് ആയിക്കോട്ടെ, പ്രണയമായിക്കോട്ടെ, എന്തും അതിൻ്റെ ലിമിറ്റിൽ മാത്രം ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലത്തെ കുട്ടികളോടാണ് പറയാനുള്ളത്. താങ്ക് യു. രേഖ നമസ്കാരം. നമസ്കാരം ഏട്ടാ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. കൈനീട്ടം തരാവോ ഏട്ടാ? കൈനീട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ തരാവോ ഏട്ടാ? കൈനീട്ടം ഞാൻ അങ്ങോട്ട് വരട്ടെ ഏട്ടാ? പാട്ടായിട്ട് ഇപ്പൊ എത്ര തരും ഏട്ടാ? പാട്ടായിട്ട് തരും. പാട്ടായിട്ട് തരുള്ളൂ. പാട്ടിന്റെ ആളാ ഞാൻ. വിഷു. നമസ്കാരം. നമസ്കാരം. ഹാപ്പി വിഷു. ഹാപ്പി വിഷു ആണ്. അമ്മാവാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? കൈനീട്ടമാണെങ്കിൽ എന്റെ സ്വഭാവം മാറൂട്ടോ. തരൂട്ടില്ലല്ലോ, പാട്ടൊന്നും ഇല്ലേ വിഷുവായിട്ട്? പാട്ടാ. അല്ല, എനിക്കൊരു സംശയമുണ്ട്. അമ്മാവൻ എവിടുന്നാ ഈ പാട്ടൊക്കെ പഠിക്കുന്നേ? അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊന്ന് ഇമോഷണലായി പോകും. സാരല്ല, നമ്മളല്ലേ. സത്യം. ആയിക്കോ. നമ്മുടെ ജീവിതയാത്രയിൽ കൃത്യമായി സ്വാധീനം ചെലുത്തുന്ന ഒരു വ്യക്തി നമുക്കുണ്ടാവും. അങ്ങനെ ഒരു സുഹൃത്ത് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിരുന്നു. ഞാൻ ശിവനെന്ന് വിളിക്കുന്ന എൻ്റെ സ്വന്തം ശിവമുരളി. ഞാൻ ട്രാക്ക് ഗാനമേളയാണ് പാടുന്ന അറിഞ്ഞപ്പോൾ അവൻ ഓർക്കസ്ട്ര ഗാനമേളയിൽ ലൈവ് എന്നെ കൊണ്ട് പാടിച്ചു. ഒരിക്കൽ ഞാനൊരു സ്റ്റേജിൽ ഗാനമേള പൊളിഞ്ഞ് തല്ലുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ 15,000 രൂപ എടുത്ത് എൻ്റെ ചികിത്സാ ചെലവ് കൊടുത്തിട്ട് അവൻ നിൽക്കുകയാണ് എൻ്റെ മുമ്പിൽ. അപ്പം നിറകണ്ണുകളോടെ ഞാൻ അവനോട് ചോദിച്ചു, ശിവ, ഈ കടങ്ങളൊക്കെ ഞാൻ എങ്ങനെ വീട്ടോടാന്ന് ചോദിച്ചു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഇപ്പം നീ എനിക്കിതൊന്നും തരണ്ട, അസുഖം മാറിയാലും ഇല്ലെങ്കിലും അടുത്ത ആഴ്ച നീ പലിശ സഹിതം എനിക്ക് പൈസ തിരിച്ചു തരണമെന്ന് പറഞ്ഞു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സത്യം, അത് ഇഷ്ടമില്ല എനിക്ക്. അന്ന് തുടങ്ങി ഞാൻ മുങ്ങിടക്കുന്നതാ. ഏത് സ്ഥലത്ത് അവൻ വന്ന് എൻ്റെ പൈസ ചോദിക്കുന്നുള്ള പേടിയിൽ ഇന്ന് ഞാൻ ഒളിച്ചു കഴിയുകയാണ്. പക്ഷെ അപ്പൊ ശിവനും നിങ്ങളും ഒന്നിച്ചാണോ പാടിക്കൊണ്ടിരുന്നത് അതിനു മുമ്പ്? അവൻ്റെ പാട്ട് കേട്ടാണ് ഞാൻ പഠിച്ചത്. ഓ, ആ, അവനാണ് എൻ്റെ ഗുരു. ആഹാ. ആഹാ പാപ്പ മരീ രീ രീ നീ നീ സരി ഗ മ ഗരി ഗരി സാ. ശിവമുരളി പാടും പാട്ടിൻ പല്ലവികൾ ഞാനും പാടും. സംഭ്രമം കൂടും തോറും സംഗതികൾ ലേശം മാറും. അവനതറിയാം പാവമാ ആള് വെറും സാധു. ശിവമുരളി പാടും പാട്ടിൻ പല്ലവികൾ ഞാനും പാടും. സംഭ്രമം കൂടും തോറും സംഗതികൾ ലേശം മാറും. സാധകമതും ആവി പിടിയും ശബ്ദമതു മൃദുവാകാൻ. സാധകമതും ആവി പിടിയും ശബ്ദമതു മൃദുവാകാൻ. കൂട്ടുകാർ ടൂറിനു പോയാലും മുരളിയുടെ ഗാനം നിർബന്ധം. പാട്ടുകൾ പല വഴി പോയിടും ആരുമറിയാതെ. ശിവമുരളി പാടും പാട്ടിൻ പല്ലവികൾ ഞാനും പാടും. സംഭ്രമം കൂടും തോറും സംഗതികൾ ലേശം മാറും. അവനതറിയാം പാവമാ ആള് വെറും സാധു.
ശിവമുരളി പാടും പാട്ടിൻ പല്ലവികൾ ഞാനും പാടും.